ഡെലിഗേറ്റ്സിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഡിഫറെന്റ് കൺട്രീസ്. എന്റെ കൺട്രി അതാ ഫേവറേറ്റ് കൺട്രി. ആൻഡ് ഇത് ഗസ്റ്റ് ഹൗസ് ആണ്. സ്റ്റുഡൻസിന്റെ പാരന്റ്സ് വന്നിട്ട് നിൽക്കാനുള്ള സ്ഥലം. പല സ്കൂളിലത്തെ കുട്ടികളുമാണ് ഇവിടെ വന്നേക്കണേ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലേ, ഒന്നോ രണ്ടോ വട്ടം ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കൂളില് ഒരു പ്രോഗ്രാം നടക്കുകയാണ്, MUN എന്ന് പറഞ്ഞ പ്രോഗ്രാം. സോ അതിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രയർ കൊല്ലാനുള്ളൂ. ആൻഡ് ഞാൻ ഫസ്റ്റ് വോളണ്ടിയറിന് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. ആൻഡ് പ്രയറിനുണ്ട് ഗൈസ്. അതന്നെ വലിയൊരു ടെൻഷനാണ്. എനിക്ക് ഓൾറെഡി സ്റ്റേജ് ഫിയർ ഉള്ളതാണ്. പിന്നെ ഗ്രൂപ്പായിട്ട് പാടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. റെഡിയായി. ഇത് ബ്രേസ്ലെറ്റ് കമ്പൽസറി ആണ് ഗൈസ്. വേറെ സ്കൂളിലത്തെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. സോ ഒരു അടിപൊളി പ്രോഗ്രാം ആയിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോവാണ്. വൈകിട്ടുണ്ട് കുറച്ച്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ബസ്സിനാണ് പോണത് കേട്ടോ. എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. എനിക്ക് തൊണ്ടവേദനയാണ്, പിന്നെ ലെഫ്റ്റ് ലെഗിൻ്റെ തൈസ് വേദനയാണ്, പിന്നെ റൈറ്റ് ലെഗിൻ്റെ ടോസ് വേദനയാണ്. അയ്യോ, ഞാൻ ആക്ച്വലി അമ്മയ്ക്ക് ടാറ്റ കൊടുത്തു, പക്ഷെ അപ്പ തരും അടുത്തേക്ക് കയറിപ്പോയി. ബസ്സിൽ കയറി ഗൈസ്. ഇന്ന് നല്ല പാട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ നിലമ്പൂരെത്തി. അപ്പം ഞാനിവിടെ ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്കൂൾ ബസ്സിന്. ഗൈസ്, എനിക്ക് ഇപ്പോൾ പ്രയറിന് പേടിയില്ല, പക്ഷെ എനിക്ക് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് അയ്യോ എല്ലാവരെയും കാണുമ്പോൾ ഒരു പേടിയായിരിക്കും ഗൈസ്. കാരണം എന്തായാലും എൻ്റെ സ്റ്റേജ് ഫിയർ ഇപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഡിബേറ്റ് ഉണ്ടായിരുന്നില്ലേ പ്രസിഡൻറ്റിൻ്റെ. അപ്പം അതിന് കുറേയൊക്കെ വർത്താനം പറഞ്ഞു. അത് പറയുമ്പോൾ ഒറ്റയ്ക്കാണ് ചെയ്തത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര പേടിയില്ല. കാരണം നമ്മളപ്പം കുറച്ച് കുട്ടികളും ഉണ്ടാവുമല്ലോ പ്രയറിന്, ഒബ്വിയസ്ലി. ഫ്രണ്ട്സ്, എൻ്റെ ബസ് വന്നു, ഞാൻ പോവാണ്. ബൈ ഫ്രണ്ട്സ്. എനിക്ക് ഫോണ് കിട്ടി. ആൻഡ് ഇവിടുത്തെ MUN പ്രോഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു നല്ല വലിയൊരു പ്രോഗ്രാമാണ് നടക്കണത്. അപ്പോൾ ഞാൻ ഇത്രയും നേരം ലോഫ്റ്റിലായിരുന്നു. സോ ഇവിടെ കുറേ പേരുണ്ട് ഗൈസ്. ഞാൻ പ്രോഗ്രാം കാണിച്ചു തരാം. എനിക്ക് പെർമിഷൻ കിട്ടി പ്രോഗ്രാം കാണിച്ചു തരാൻ. സോ എല്ലാം കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ആംഫി തിയേറ്ററിലേക്കുള്ള വേ. പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഡിബേറ്റ് ആണ് ഗൈസ് നടക്കണേ. അപ്പം ഓരോ കൺട്രിയിലത്തെ ആൾക്കാരും അവിടെ ഇരിക്കണ കാണാം നിങ്ങൾക്ക്, ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട്. ഇവിടെ മാത്രമല്ല, ലോഫ്റ്റിലും ഉണ്ട് പരിപാടി. എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇത് ആംഫി തിയേറ്ററിൽ നടക്കുന്നതാണ്. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ഓൺ. Simple majority wins. As the delegate of Greece has proposed at the first instance, we'll go ahead with this motion, as this motion says. For the past specific cases, please raise your account for it. ഇവിടെ ടോട്ടലി 3 വെന്യൂവിലാണ് ഗൈസ് പ്രോഗ്രാം നടക്കുന്നത്. ഒന്ന് ആംഫി തിയേറ്ററിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നെ, പിന്നെ ലോഫ്റ്റിൽ, പിന്നെ ഒന്ന് മോസ്കിൻ്റെ മുകളിൽ ആണ് നടക്കണ പ്രോഗ്രാം. ഇതൊരു ഇന്ന് 5 മണി വരെ, നാളെ 5 മണി വരെ ഉണ്ടാവും ഗൈസ്. പല സ്കൂളിലത്തെ കുട്ടികളുമാണ് ഇവിടെ വന്നേക്കണേ.
how is USA holding peace building while doing this horrible atrocities? Okay. If you take USA is the world's largest country that gives support to youth in financially and also in other ways, and also about the war. If to make sure that USA stance is that it wants to protect youth from countries. ഫ്രണ്ട്സ്, ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്കാണ്. ഡെലിഗേറ്റ്സിന് ഇവിടെ തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ, പിന്നെ ലഞ്ചും ഇവിടെ തന്നെയാണ്. പിന്നെ ഞങ്ങൾക്കും ഇവിടെ തന്നെയാണ് ലഞ്ച്. അമ്മയും അർജുമാമനും ദിയമോളും വരുന്നുണ്ട്. അപ്പം എൻ്റെ അമ്മേനെ പപ്പേനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്, ആസ് ഞാൻ പറഞ്ഞ മാതിരി രാവിലെ. അപ്പം അവർക്കും ഇവിടെ തന്നെയാണ് ലഞ്ച്. അപ്പോൾ അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞു. പിന്നെ മോസ്കിൻ്റെ അവിടെ ഇത് പ്രോഗ്രാം നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് ഇപ്പോഴേക്ക് പോകാൻ പറ്റിയില്ല, കാരണം മഴ ആയതുകൊണ്ട്. ഹോൾ സ്കൂൾ എടുക്കാൻ പെർമിഷൻ കിട്ടിയിട്ടില്ല. അത് നമ്മൾ പെർമിഷൻ കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും ചെയ്യണതാണ്. ഇതിപ്പോൾ MUN പ്രോഗ്രാം മാത്രം എടുക്കാനുള്ള പെർമിഷനാണ് കിട്ടിയത്. ഡെലിഗേറ്റ്സിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഡിഫറെൻറ്റ് കൺട്രീസ്. എൻ്റെ കൺട്രി എൻ്റെ കൺട്രി അല്ല, എൻ്റെ ഫേവറേറ്റ് കൺട്രി. എൻട്രി കഴിഞ്ഞിട്ട് ഗൈസ് നേരെ ഇവിടെ നമ്മളെ ബ്ലോക്കുകൾ കാണാം. പ്രൈമറി ബ്ലോക്ക്, അങ്ങനെ ഓരോ ബ്ലോക്കുകൾ. പിന്നെ ഇതാണ് കൊമേഴ്സ് കഫേ. ഇത് മന്ത്ലി ഉണ്ടാവും. കൊമേഴ്സുകാർ ചെയ്യണൊരു സംഭവമാണ്. ആൻഡ് ഇതിപ്പം കഴിഞ്ഞു. ഒരു കൊമേഴ്സ് കഫേ ഫസ്റ്റ് കഴിഞ്ഞ മന്ത് കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് ലോട്ടറി പ്രൈസും അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ഔട്ട്ഡോർ ഞാൻ കാണിച്ചു തരാം. ഇത് ക്രിക്കറ്റ് ഏരിയ ആൻഡ് ഇത് ഗസ്റ്റ് ഹൗസാണ്. ഇനിയിപ്പം ആരെങ്കിലും ഈ സ്റ്റുഡൻസിൻ്റെ പാരൻസ് വന്നിട്ട് നിൽക്കാനുള്ള സ്ഥലം. ഇവിടുന്ന് ഞങ്ങൾ അങ്ങനെ പോവും ഗൈസ്. എന്തിനെ PE പീരീഡ് നല്ല രസമാണ്. ഒരു നമുക്ക് കണ്ട് ഞാൻ സ്നാപ്പൊക്കെ എടുത്ത് ഇടാൻ തോന്നുന്നു. അങ്ങനെ മീൻസ് ഇവിടെ നിന്നൊക്കെ എത്രങ്ങാനും ഫോട്ടോ എടുക്കാൻ വിചാരിക്കും ഞാൻ. ഫൈനലി എനിക്ക് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ പറ്റി. ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു എന്നോട്. അതിൽ ഞാൻ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മോസ്കിൻ്റെ ഏരിയയും കൂടെ കാണിച്ചു തരാം. അവിടെയും കൂടെ ഡിബേറ്റ് നടക്കുന്നുണ്ട്. അതും ഞാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. അവിടെയാണ് സ്വിമ്മിങ് പൂള് വരുന്നത്. ഞാൻ ഇവിടെ പിന്നെ ചെറിയൊരു പാർക്ക്. ഇത് സ്വിമ്മിങ് പൂൾ. ഇതിൻ്റെ ഉള്ളിലാണ് സ്വിമ്മിങ് പൂള്. അത് ഓപ്പൺ അല്ല, അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല ഗൈസ്. പിന്നെ അത് ഫുട്ബോൾ ഗ്രൗണ്ട്. ഞങ്ങൾ ഇവിടെ വരെ നടന്ന് വരും, അവിടെ മുതൽ. ആൻഡ് ഈ വഴി ഷോർട്ട് കട്ട് എടുക്കും. ഇത് ഫുട്ബോൾ ഗ്രൗണ്ട്. പിന്നെ അവിടെ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടും വോളിബോൾ ഗ്രൗണ്ടും ഉണ്ട്. ആൻഡ് അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല, നമ്മൾ ഇവിടെ ഇങ്ങോട്ടാണ് വരുന്നത്. മോസ്കിൻ്റെ ഇവിടെ എവിടെയോ ആയിട്ടാണ് ഡിബേറ്റ്. മോസ്കിൻ്റെ ഉള്ളിലാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഡിബേറ്റ് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. സൗണ്ട് കേൾക്കാം. നല്ല സ്ഥലമല്ലേ? നിങ്ങൾ തന്നെ പറ, കമൻ്റ് ഇട്. അടിപൊളിയല്ലേ? ഫോണിൽ ചാർജ് കുറവാണ് ഗൈസ്. അപ്പം ഞാൻ കുറച്ചിങ്ങനെ പറഞ്ഞിങ്ങനെ വന്നപ്പം ഫോണ് സ്വിച്ച് ഓഫ് ആയി. കുറേ പറഞ്ഞത് വേസ്റ്റായി ഗൈസ്. ഞാൻ റൈഫിൾ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലം അവിടെയാണ്. അതാ ഞാൻ പറഞ്ഞു നിർത്തിയേ. ഇന്നലെ എനിക്ക് പോകാൻ പറ്റിയില്ല, റൈഫിൾ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കൊയറിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇന്നലെ. ഇന്ന് രാവിലെ എനിക്ക് കൊയറുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയും അർജുമാമനും ദിയമ്മോളും ഇപ്പോൾ വരും. അപ്പം ഇത് സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ അവരെ ഫോണിലെടുക്കാം. ഇവിടെ മോസ്ക് ഗൈസ്, ബോയ്സ് ഹോസ്റ്റൽ ഇതാണ്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ്. ആൻഡ് ഇതിൻ്റെ അവിടെ ഉള്ളിലാണ് പരിപാടി നടക്കണേ. അതിൻ്റെ ഇപ്പുറത്ത് റൈഫിൾ ഷൂട്ടിങ്ങിൻ്റെ പ്ലേസും ഉണ്ട്. ഈ മോസ്കിൻ്റെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സ് മോസ്കിൻ്റെ ഉള്ളിലെത്തി. മോസ്കത്തെ ഡിബേറ്റും കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചു. ഇങ്ങോട്ട് എൻട്രി ഉണ്ട്.
ഗൈസ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പം ഞാനിതാ പപ്പയും അമ്മയും വന്നു കൊണ്ടുവരാന്. 1:45 വരാന്ന് പറഞ്ഞ ആൾക്കാർ ഇതാ 4:10 വന്നത്. എങ്ങനെയുണ്ട് സ്കൂളിലെ പ്രോഗ്രാം ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിലെ പ്രോഗ്രാം? നല്ല ഡിബേറ്റുകളായിരുന്നു, നല്ല കോമ്പറ്റീഷൻ, വെൽ വർക്ക്ഡ് വോളണ്ടിയേഴ്സ്. പട്ടിക്കുഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുന്നു. ദിയമോൾ ആദ്യമായിട്ടാട്ടോ ദേവുവിന്റെ സ്കൂളിലേക്ക് ഞങ്ങളുടെ കൂടെ വരുന്നത്. അതിനുള്ളൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. സ്കൂളിന്റെ ഉള്ളിലല്ല എന്നുവെച്ചാല് പുറത്തത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ, നമ്മള് സ്കൂളിൽ ചേരാൻ വന്നപ്പോ ഫുള്ള് കണ്ടല്ലേ. ഞാൻ കേക്ക് കഴിച്ചിട്ടുണ്ട്. റെഡ് ഫോറസ്റ്റ് ആണ്. റെഡോ? റെഡല്ല, ബ്ലാക്ക്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, സ്നാക്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഉച്ചയ്ക്ക് കഴിച്ച് തന്നെ ധാരാളം. ഇത് ഞാനൊരു പപ്സാണ്, മിനി പപ്സ്. ഞാൻ ആദ്യമായിട്ടാണ് മിനി പപ്സ് കഴിക്കുന്നത്. ഇതാ ഒരു കണക്കിന് നല്ലതെന്ന് തോന്നുന്നു. ചുണ്ടയിലാവില്ല. ചിക്കു ജ്യൂസ് ആയിരിക്കും അല്ലേ? ചുണ്ടയിലാവില്ല. ഫ്രണ്ട്സ്, അപ്പം സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പം നിങ്ങൾ പ്രോഗ്രാമൊക്കെ കണ്ടില്ലേ? ഇനി ഇത് പ്രോഗ്രാം തന്നെ നാളെയും കണ്ടിന്യൂ ചെയ്യും ഗൈസ്. പക്ഷെ അത് 5 മണി വരെ ഒന്നും ഉണ്ടാവില്ല, ഒരു കുറച്ച് കഴിയുമ്പോഴത്തേനും തീരും, വേഗം തീരും. നാളെ ക്ലോസിങ് സെറിമണി ആണ്, ഇന്ന് ഓപ്പണിങ് സെറിമണി ആയിരുന്നു. ഞാൻ വൈകിയാണ് വന്നപ്പോൾ 6:15. അപ്പോൾ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. പിന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എൻ്റെ സ്കൂള്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.